പക്ഷേ പിന്നീട് കേരള കോൺഗ്രസ് ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ കേരള കോൺഗ്രസ്സിൽ ഈ ജോസഫ് ഒരു അതിബുദ്ധിമാനാണ്. മാണി സാർ ഉള്ള പോലെ പറയുന്നുള്ളതല്ലാതെ ഈ അഭിനയമൊന്നുമില്ല. ഞാൻ ഉദാഹരണം പറയാം, അപ്പം മനസ്സിലാവും. ഒരു തവണ നമ്മുടെ മസ്കറ്റ് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ MLA-മാരുടെ പാർലമെൻ്ററി പാർട്ടിയിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ വർത്തമാനം വിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ഈ ധനകാര്യം ഇരിക്കുന്നു, നിയമം ഇരിക്കുന്നു, റവന്യൂ ഇരിക്കുന്നു, വിദ്യാഭ്യാസം ഇരിക്കുന്നു. ഇത്രയെല്ലാം ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ ഇടുക്കിയിലെ കർഷകന് പട്ടയം കൊടുത്താലല്ല കുഴപ്പം. നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത്? ആരാലും കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതിപ്പം കൊടുത്താലല്ലെന്ന് ചോദിച്ചു. ഉടനെ ജോസഫ് മാണി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ണി നോക്കി നിൽക്കുക. ഞാൻ നിങ്ങൾ കണ്ണിലൊന്നും നോക്കുന്നത് എന്നെ പേടിപ്പിക്കണ്ട, മര്യാദ കാണിക്കുന്നതിന്. കാരണം കർഷകനെ പട്ടയം കൊടുക്കി ഇടുക്കിയിൽ ഇന്നും പട്ടയം കിട്ടിയിട്ടില്ലെന്ന് ഓർത്തോണം. ഞാനിത് പറഞ്ഞതേ പ്രശ്നമായി. അപ്പം അവിടെ ഇരുന്ന് എല്ലാവരും ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അഭിപ്രായക്കാരാണ്. അപ്പോൾ ജോസഫും മാണിയും കൂടെ പുറത്തോട്ടിറങ്ങിപ്പോയി. അത് പുറത്തോട്ടിറങ്ങിയില്ല, അവിടെ ഇരുന്ന് ചെവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പറഞ്ഞു, ജോർജ് ഒരു പൊട്ടനാണല്ലോ. ഞാൻ ഇച്ചിരി പൊട്ടനാണ്, അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നാ കുഴപ്പം? ഞാൻ പറഞ്ഞു ഇതല്ല കുഴപ്പമെന്ന് വെച്ചു. ഉടനെ അങ്ങനെ പറഞ്ഞു, കൊടുക്കാം എന്ന് പറയണം, കൊടുത്താൽ പോക്കാന്ന് തോന്നും. ഞാൻ ചെയ്യുന്ന എനിക്ക് മനസ്സിലായി. പശുവിനെ എങ്ങനെ ചക്കവടലിങ്ങനെ കാണിക്കും, പശു വരും. നമ്മളിച്ചിരി നീങ്ങും, പശു പുറകെ വരും. അങ്ങനെ എവിടെ വേണേൽ പശുവിനെ കൊണ്ടുപോകാം. ആ ചക്കമടൽ കൊടുത്താലോ പശു നമ്മളെ ഇട്ട് സ്ഥലം വിടും. അതുപോലെ പട്ടയം കൊടുക്കാമെന്ന് പറയും. കൊടുത്താൽ അവരെല്ലാം നമ്മളെ ഇട്ടേച്ച് പോകും. ഈയനം പൊട്ട ബുദ്ധിയാണ് നമ്മളെ നേതാക്കന്മാർക്കുള്ളത്. ഇങ്ങനെ ഇടുക്കി പട്ടയം കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴും പാവപ്പെട്ട കൃഷിക്കാരൻ പട്ടയില്ല കിടന്ന് നശിക്കുക. കേന്ദ്ര ഗവൺമെൻറ് വനനിയമം ശക്തമായിട്ട് വരികയാണെന്ന് നോക്കണം. നമ്മുടെ ഇടുക്കിയിലെ പാവപ്പെട്ട കർഷകൻ്റെ ഗതി എന്താ? പൂർണ്ണമായി ഉത്തരവാദി കേരള കോൺഗ്രസ്. ഈ നാണം കെട്ട പാർട്ടിയാണ് ആ പാവപ്പെട്ട കർഷകനെ വഞ്ചിക്കും. ഇടുക്കി മാത്രമാണോ? വയനാടില്ല, കണ്ണൂർ കാസർഗോഡ് മേഖല ഉള്ള കോഴിക്കോട് ഉൾപ്പെടെയുള്ള വനാതിർത്തിയുള്ള പ്രദേശം ഒന്ന് ആലോചിച്ച്, ബോർഡർ മുഴുവൻ തകർത്ത് വെച്ചിരിക്കൽ. പത്തനംതിട്ട പോലും വെള്ളത്തിലാക്കിയില്ലേ? അത് ഈ കേരള കോൺഗ്രസ് എന്തിനു ഭരിക്കാൻ വന്ന ഇവന്മാരെന്തിനു ഭരിച്ചു? ഉത്തരം പറയട്ടെ. കുറേ കാശുണ്ടാക്കാൻ പറ്റി കുറേ പേർക്ക്. മാണി ജോസഫ് എല്ലാം കള്ളന്മാരല്ലായിരുന്നു. ഞാൻ പച്ചയ്ക്കല്ലേ പറയുന്നത്. നിഷേധിക്കേണ്ട തെളിവ് കുറയ്ക്കാം, മനസ്സിലായോ? ഞാനിപ്പോൾ അതിൻ്റെ തെളിവിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല, അത്ര നീട്ടേണ്ട. അതുകൊണ്ടാണ്. ഏതായാലും ഇത് കേരള കോൺഗ്രസ് ജന്മമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിച്ചതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് കാരണം ഇപ്പോൾ കേരള കോൺഗ്രസ് ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലും ക്രിസ്ത്യാനി കണ്ടേനെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ക്രിസ്ത്യാനിയുടെ ഉണ്ടായി. കേരള കോൺഗ്രസ് ഉണ്ടായതോടെ കേരള കോൺഗ്രസ് ക്രിസ്ത്യാനിയുടെയാണെന്നും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ക്രിസ്ത്യാനിയും ഉപേക്ഷിച്ചു. ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു? കോൺഗ്രസ്സിൽ ഏതെങ്കിലും ക്രിസ്ത്യാനിയുണ്ടോ? ആര് മൈൻഡ് ചെയ്യുന്നു? ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ ആര് വില കൽപ്പിക്കുന്നു? CPM-ൻ്റെയും ഗതി അത് തന്നെ. അതുകൊണ്ട് കേരള കോൺഗ്രസ്സാണ് ക്രിസ്ത്യാനിയുടെ നമ്പർ 1 ശത്രു. കേരള കോൺഗ്രസ്സാണ് ക്രിസ്ത്യാനിയെ നശിപ്പിച്ചതെന്ന് പറയാൻ ഒരു മടിയില്ല. നമ്മുടെ പോപ്പുലേഷൻ മാത്രം ഇപ്പോൾ എടുത്താൽ മതി. ഇപ്പം കേരളത്തിൽ ഇപ്പം ഒറ്റ കാര്യം എടുത്താൽ മതി. നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റി എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ ആകെ 86% ഹൈന്ദവ സമൂഹം ഇപ്പോൾ 79, 78 ആയി നിൽക്കുന്നു. ക്രിസ്ത്യാനി 2% ഇന്ത്യയിലുള്ളൂ. ഇവിടെ 26% ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. അത് കുറഞ്ഞ് 11 ഇപ്പോൾ. അത്ര ഉള്ളു ക്രിസ്ത്യാനി. ഇവിടെ മുസ്ലിം 13 ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 31 ഉണ്ടെന്ന് ഔദ്യോഗികം. എൻ്റെ അറിവനുസരിച്ച് 35%. ആരാ ഉത്തരവാദി?